അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്ന് ഈ ചൂടിന് നമുക്ക് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് മോൾഡും വേണ്ട, ഒരുപാട് ചിലവുമില്ല, പിന്നെ അടുപ്പ് കത്തിക്കണ്ട, ഒന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഞാനിതിൽ ഒരു കളറോ ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ ഒരു മോൾഡിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് സാധാ വീട്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഒരു ചിലവുമില്ല, ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ തന്നെ ഒന്ന് അമർത്തി ഓൾ തന്നെ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴൊക്കെ കിട്ടും. അതിൻ്റെ കുറച്ച് മാങ്ങ എടുത്തതിന് ശേഷം നല്ലപോലെ തോലൊക്കെ ചെത്തി അതിനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുറിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയാണ്. മിക്സിൻ്റെ ജാറെടുത്ത് ഞാൻ അതിലേക്ക് മുഴുവനായിട്ടുള്ള മാങ്ങ ഇട്ടിട്ടുണ്ട്. ഞാനിതിലേക്ക് 1.5 കപ്പ് മാങ്ങ ഉണ്ട് കേട്ടോ. 1.5 കപ്പ് മാങ്ങയിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ആദ്യം ഇട്ടിട്ട് അടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കിയിട്ട് അടിച്ച് നോക്കുക. ഇതിൽ മധുരം കുറച്ച് കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഐസ് ഉണ്ടാക്കുമ്പോൾ ഐസ് നല്ല തണുപ്പല്ലേ. ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം പാകം പോലെ മതി. ഐസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മധുരം വേണം, എന്നാലാണ് ഐസിനൊരു മധുരം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 1/4 കപ്പ് ഇട്ട് ആദ്യം മാങ്ങയും പഞ്ചസാര ഇട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ പാൽ ഒഴിക്കണം. നമ്മളിതിൽ പാലും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പാൽ ഒഴിക്കണ്ട കേട്ടോ. ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇത് മാങ്ങ പുളിയൊന്നും ഇല്ല കേട്ടോ. നല്ല പുളിയില്ല, മധുരമില്ല, അങ്ങനത്തെ ഒരു മാങ്ങയാണ് കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ളൊരു മധുരമുള്ളൂ. അപ്പോൾ അടിച്ച് നോക്കിയപ്പോൾ മധുരമില്ല കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ഒരു 2 ടീസ്പൂണും കൂടി മധുരം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ഒഴിക്കണത് 1.5 കപ്പ് പാലാണ് കേട്ടോ. നല്ല തണുപ്പിച്ച പാലാണ് ഒഴിക്കണത്. ഫ്രീസ് ചെയ്ത പാലാണ് കേട്ടോ. അത് ഞാൻ 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ് മാങ്ങയിലേക്ക് ഞാൻ 1.5 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും. പിന്നെ ഞാനത് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് അടിക്കണ്ട. ഇതാണ് ഇതിൻ്റെ കറക്റ്റുള്ള ടെക്സ്ചർ കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയാലാണ് ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കട്ടി പോലെ ഹാർഡായ പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്രീമി ആയിട്ട് കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഒരുപാട് ടൈറ്റാകാനും കട്ടിയാകാനും പാടില്ല, ഒരുപാട് ലൂസാകാനും പാടില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധാ ഗ്ലാസും കൊണ്ട് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലും വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത് അലുമിനിയം ഫോയിൽ പേപ്പർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അകത്ത് അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്നുമില്ല, എൻ്റെ അകത്ത് ക്ലിംഗ് റാപ്പ് ഉള്ളത്. അപ്പോൾ ഞാനത് വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡും കൊണ്ട് അത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇത് ക്ലിംഗ് റാപ്പ് അങ്ങോട്ട് പോകുള്ളൂ. ഇനിയിപ്പോൾ അത് അലുമിനിയം ഫോയിൽ പേപ്പർ ഇല്ല, ക്ലിംഗ് റാപ്പൊന്നും ഇല്ല പറഞ്ഞിട്ട് ഇത് ചെയ്യാണ്ടിരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്ന കവറുകൾ ഉണ്ടാവില്ല, അത് ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് മൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് മൂടി വെച്ചാലും മതി. പിന്നെ നമ്മളിത് അതിലെല്ലാത്തിലും ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കോലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. കോലിന് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കോല് ഞാൻ എടുത്ത് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. അല്ലാണ്ട് ഞാനിതിന് പുതിയതായിട്ട് കോല് വാങ്ങിയിട്ടൊന്നുമില്ല. കോല് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം. ഞാൻ വലിയ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചത് അതിൽ കോലിടണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ വെച്ചത്. അത് ഓർമ്മയില്ലാണ്ട് കോലും വെച്ച് പോയി. അത് വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി വെച്ചതാണ്, പക്ഷേ ഇതിൽ കോലിട്ട് പോയി. അപ്പോൾ ഞാനിത് എല്ലാത്തിലും അങ്ങനെ കോലിടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഞാനിതാ കോലിട്ടിട്ടോ. ഇനി ഇത് നമ്മളത് ഒരു 6-7 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെക്കണം. ഇത് കോല് ഞാൻ ഐസ് വാങ്ങുമ്പോൾ ഉള്ള കോല് ഞാൻ കഴുകി എടുത്ത് വെച്ചാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഏത് സൂപ്പർ മാർക്കറ്റിൽ വേണമെങ്കിലും കിട്ടും. അപ്പോൾ അത് ഞാനെല്ലാം റെഡിയാക്കിയിട്ട് ഇനി ഇത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6-7 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മളിത് അതൊക്കെ ഫ്രീസറിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഐസുള്ള കാരണം കൊണ്ട് ഇത് ഐസ് പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുക്കിയാലും മതി കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്താൽ പെട്ടെന്ന് ഗ്ലാസ്സിൽ നിന്ന് ഐസ് കൊണ്ട് വിട്ട് കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചാലും മതി, പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ഐസ്ക്രീമായിരുന്നു. അതുപോലെ ചെയ്യാത്തവരൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഞാനിത് എല്ലാതും വെള്ളത്തിൽ നിന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിത് എടുക്കുന്ന സമയത്ത് പിന്നെ ക്ലിംഗ് റാപ്പൊക്കെ ഒഴിച്ച് അഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. ഗ്ലാസ്സിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുകയായിരിക്കുമല്ലോ, ഒന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ വലിച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കോല് പൊട്ടി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്കിത് പാത്രത്തിൽ വെക്കുമ്പോൾ തന്നെ അറിയാം. അടിപൊളി ടേസ്റ്റ് വരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. ഇതൊന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചു പോരരുത് കേട്ടോ. ഒന്ന് പതുക്കെ അങ്ങനെ തിരിച്ചു കൊടുക്കുക, എന്നിട്ട് മെല്ലെ ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ ഗ്ലാസിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഐസ് വിട്ടപ്പോഴേക്കും തന്നെ അതിൻ്റെ ക്രീം കണ്ടോ. നമ്മളിതിലേക്ക് ഒരു കളറും ചേർത്തിയിട്ടില്ല, ഒരു പ്രിസർവേറ്റീവും ചേർത്തിയിട്ടില്ല, ഒന്നും ചേർത്തിയിട്ടില്ല. ഒരുപാട് മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ചേർത്താട്ടോ. ഞാൻ ഒരുപാട് മധുരം ഒന്നും ഇട്ടിട്ടില്ല, ഒരു പാകം പോലെ തന്നെ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ചെറിയ നിങ്ങളുടെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിലിട്ടാലും മതി, അതിൽ ചെയ്താലും മതി കേട്ടോ. ഇതിനിപ്പോൾ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ മോൾഡ് വാങ്ങേണ്ടെന്ന് ഒരു ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാ ഗ്ലാസ് ആയിട്ട് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഒരിക്കൽ ജ്യൂസ് വാങ്ങിയപ്പോൾ കിട്ടിയിരുന്ന ഗ്ലാസ്സാണിത്, പ്ലാസ്റ്റിക്കിൻ്റെ. മറ്റൊക്കെ പിന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ്. ഇത്രനേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ മാങ്ങ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, അത് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് പാത്രത്തിൽ നിന്ന് നീക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്രീമിയും ഉണ്ടോ, നല്ല ക്രീമാണ് കേട്ടോ. നല്ല ഒരുപാട് ഐസ് കട്ടി പോലെ ഒന്നും ആയിട്ടില്ല കേട്ടോ. അത് അലിയുമ്പോഴേക്കും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ. ഇത് നമ്മൾ സാധാ മാങ്ങയും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഐസ്ക്രീമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ശരി, ഓക്കെ ബൈ. ഇത്ര നേരം കണ്ട് എല്ലാവരിനെ കൊണ്ട് ഒരുപാട് നന്ദി.